ഡോക്ടർ എം എൻ കാരശ്ശേരി, ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഹിജാബ് ധരിക്കണമെന്ന് തോന്നുന്നു. ഹിജാബ് ധരിച്ച് യൂണിഫോമിൽ തന്നെയാണ് ഹിജാബ് ധരിച്ച് സ്കൂളിലേക്ക് എത്തുന്നു. ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ ഞാനും ഒരു കോൺവെന്റ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂളാണ്. അവിടെയും മുസ്ലിം കുട്ടികൾ പഠിക്കുമ്പോൾ ചിലരെങ്കിലും, എല്ലാവരുമില്ല, ചിലർക്കെങ്കിലും തട്ടം ഉപയോഗിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അവർക്ക് സ്കൂൾ യൂണിഫോമിൻ്റെ കളറിലുള്ള തട്ടം ഉപയോഗിക്കാം, പാവാടയുടെ ഇറക്കം കുറച്ചുകൂടി നീളത്തിലാക്കാം എന്ന് അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അനുവദിച്ചു കൊടുത്തിരുന്ന ഒരു കാലത്തിൽ നിന്നാണ് നമ്മളിവിടേക്ക് എത്തുന്നത്. ഞങ്ങളുടെ യൂണിഫോമിൽ ഒരു തരി പോലും വെള്ളം ചേർക്കാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ തട്ടമിട്ട ഒരു കുട്ടി അവിടെ പഠിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടത് ശ്രീ കാരശ്ശേരി മാഷ്? സ്മൃതി, എനിക്ക് ഈ ഉയർന്ന വിവാദത്തെപ്പറ്റി വളരെയധികം ആകാംക്ഷയുള്ള ഒരാളാണ് ഞാൻ. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ, നമ്മൾ വിചാരിക്കുന്നതിലപ്പുറത്ത് ഇത് സമുദായങ്ങൾ തമ്മിലുള്ള ചേരിതിരിവ്, പോളറൈസേഷൻ, ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് ശരിക്കും മാന്തി പുണ്ണാക്കിയത് നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിയാണ്. അദ്ദേഹം ഇത് ഏറ്റെടുത്തപ്പോഴാണ് ഇതിന് ഇത്ര വലിയ ജനശ്രദ്ധയും മാധ്യമശ്രദ്ധയും ഒക്കെ കിട്ടിയത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ കുട്ടി 4 മാസം അവിടെ തട്ടമിടാതെ പോയിരുന്നു. പിന്നെ പെട്ടെന്ന് എന്താണ് ഇങ്ങനെ തട്ടത്തിനൊരു പ്രശ്നം വന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ സ്കൂളിൻ്റെ നിയമാവലികളിൽ കൃത്യമായിട്ട് യൂണിഫോമിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് അനുസരിച്ച് പൊയ്ക്കോളാം എന്ന് ഇവർ ഏറ്റിട്ടുമുണ്ട്. പിന്നെ അവർ തമ്മിൽ അധ്യാപക രക്ഷാകർ സംഘവും സ്കൂൾ മാനേജ്മെൻറ്റും ഒക്കെ സംസാരിച്ച് ഈ സംഗതി തീർന്നു എന്ന് ആണ് വാർത്ത കണ്ടത്. അതിൻ്റെ ഉടനെയാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന വരുന്നത്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു മുസ്ലിം പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി അഡ്മിഷന് വരുമ്പോൾ ഇനി സ്കൂളുകളൊന്ന് ആലോചിക്കും, ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണം. ഇപ്പോൾ 2 കൊല്ലം മുമ്പാണ് എൻ്റെ ഓർമ്മ, മൂവാറ്റുപുഴയിൽ കുറച്ച് കുട്ടികൾ, അവർക്ക് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്ഥാപനത്തിലാണ്, മൂവാറ്റുപുഴയിൽ നിന്നാണ് എൻ്റെ ഓർമ്മ, അവർക്ക് വെള്ളിയാഴ്ച നിസ്കരിക്കാൻ സൗകര്യം വേണം. ഇതൊന്നും സ്കൂളുകാരുടെ പണിയല്ലല്ലോ. പിന്നെ നിയമപരമായി ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ നിഷ്കർഷിക്കാനുള്ള അധികാരം, നിയമപരമായ അവകാശമുണ്ട്. അങ്ങനെ ഹൈക്കോടതി വിധിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. അപ്പോൾ ഇതിലുള്ള ഒരു പ്രശ്നം, ഈ ഇങ്ങനെ ചർച്ചയാക്കിയാൽ ഇപ്പോൾ ആ കുട്ടിയുടെ സ്ഥിതി ആലോചിച്ച് നോക്കൂ, അതുപോലെ മറ്റു കുട്ടികളുടെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ എല്ലാവരും പറയുന്ന മാതിരി നമ്മുടെ ഈ സമുദായ സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങളാണ്. ആ വിദ്യാലയങ്ങളിൽ ഈ തരത്തിലുള്ള ചർച്ച നടക്കുക, വിദ്യാലയങ്ങളുടെ പേരിൽ ചർച്ച നടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മതേതരമായ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വലിയ വിള്ളലുണ്ടാവും. ഇവിടെ എല്ലാവരും ഒരു സ്കൂളിൽ പഠിക്കുന്നു, എല്ലാവരും ഒരു ഭാഷ സംസാരിക്കുന്നു, എല്ലാവരും ഒരേ പാഠ്യപദ്ധതിയിൽ പഠിക്കുന്നു, ഒരേ അധ്യാപകരുടെയോ അധ്യാപികമാരുടെയോ വിദ്യാർത്ഥികളായിരിക്കുന്നു, ഒന്നിച്ച് കളിക്കുന്നു, ഒന്നിച്ച് കുളിക്കുന്നു, ഒന്നിച്ച് ഊണ് കഴിക്കുന്നു. ഇങ്ങനെ ഈ ഒരു വളർച്ചയിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കാണാത്ത അളവിലുള്ള സമുദായ സൗഹാർദ്ദം കേരളത്തിലുണ്ടായത്. അപ്പോൾ ഇത് ഇങ്ങനെ മാന്തി പുണ്ണാക്കുന്ന ഒരു പണി, ആവശ്യമില്ലാതെ ചർച്ച ഉണ്ടാക്കുന്ന ഒരു പണി ആരും എടുക്കാൻ പാടില്ല. പിന്നെ എനിക്ക് എപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ഇതൊക്കെ മുസ്ലിം പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തെ ബാധിക്കുമല്ലോ എന്നാണ്. കാരണം എന്നാ അങ്ങനെയാണെങ്കിൽ പോണ്ട എന്ന തരത്തിൽ ആ സ്ത്രീ വിദ്യാഭ്യാസം തന്നെ മുടക്കുന്ന തരത്തിലേക്ക്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തട്ടമാണ്, വിദ്യാഭ്യാസമല്ല എന്നായി പോകാൻ പാടില്ല. അപ്പോൾ ഈ തരത്തിലൊക്കെയുള്ള പരസ്പരം മനസ്സിലാക്കിയുള്ള ഒരു ചർച്ചയും സമന്വയവും സമവായവും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ നമ്മൾ 2-3 ദിവസമായിട്ട് നിരന്തരം പത്രങ്ങളിലും ചാനലുകളിലും ചർച്ച ചെയ്യുക, അതൊക്കെ ശരിക്കും നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ അധ്യാപികമാരെ, നമ്മുടെ വിദ്യാലയ അന്തരീക്ഷത്തെ വളരെയധികം ചേരിതിരിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് യാതൊരു സംശയമില്ല. അത് വലിയ കഷ്ടമാണ്. ഇത്തരം മതമൗലികവാദത്തിൻ്റെ വാശികൾ ഇറങ്ങേണ്ട ഒരു സ്ഥലമല്ല വിദ്യാലയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ തട്ടം ഇടണം എന്നുണ്ടെങ്കിൽ അത് കളർ അനുസരിച്ച് ഇടാൻ സൗകര്യമുണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ അത് വലിയ വിഷയമല്ല എന്ന തരത്തിൽ അതിനോട് രാജിയാവാനുള്ള ഒരു ഹൃദയവിശാലതയും എല്ലാ വിഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്. അതാണ് തട്ടമിട്ടവർ എല്ലാവരും ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ചാൽ മതി എന്ന രൂപത്തിലേക്ക് അത് മാറുമോ എന്നൊരു ആശങ്കയാണല്ലോ മാഷിപ്പോൾ പ്രകടിപ്പിക്കുന്നത്. അവിടെ ഒരു വിവേകം, സഹിഷ്ണുത തുടങ്ങിയ കാര്യങ്ങളുണ്ട്.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.